മണ്ഡല കമ്മിറ്റികൾ ഓരോ സ്ഥലത്തും നിരന്തരമായിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ 114 മണ്ഡലത്തിൽ മണ്ഡല കമ്മിറ്റി എത്ര നാളുകളായിട്ട് നമ്മുടെ പൂർത്തീകരിക്കാൻ പോവുക. അങ്ങനെ ഓരോ തരത്തിലും വളരെ സജീവമായിട്ട് ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ നമ്മളുടെ അവകാശവും ജനാധിപത്യപരമായിട്ട് നിയമപരമായിട്ട് നമ്മുടെ ആളുകൾക്ക് അതിന്റെ പ്രയോജനം കിട്ടുന്നവരിടപെടൽ നമ്മൾ നിരന്തരമായിട്ട് നടത്തണം. കാരണം നമ്മളെയൊക്കെ കൂടെ നിർത്തി നടത്തിയ ആളുകൾ അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മളെ ഉപയോഗിക്കുന്ന പണിയാണ് കാലഘട്ടമായിട്ട് ചെയ്തത്. നമ്മളെന്തായാലും അത്തരം ഒരു കാര്യങ്ങൾ ചെയ്യാതെ നമ്മുടെ ആളുകളുടെ പ്രശ്നങ്ങൾ നേരിട്ട് ഏറ്റെടുത്ത് നടപ്പിലാക്കുന്ന ഒരു തലത്തിലേക്ക് ഇതിനെ കൊണ്ടുവരേണ്ട ദുരിതമുണ്ട്. അത്തരം കാര്യങ്ങളിൽ വളരെ സജീവമായിട്ട് ഓരോ ജില്ലകളിലും അവരുടെ സജീവ 100,000 പ്രവർത്തകരാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ ഒക്കെ പ്രതീക്ഷയ്ക്കനുസരിച്ച് സ്വയം പരിവർത്തനപ്പെടാൻ നമ്മുടെ ഇതിനകത്ത് നേതാക്കന്മാർക്ക് കഴിയണമെന്നാണ്. ഓരോരുത്തരുടെ പ്രതീക്ഷയ്ക്ക് നമ്മുടെ കുടുംബങ്ങളെ നമ്മുടെ സമുദായത്തിന്റെ പ്രതീക്ഷയ്ക്കനുസരിച്ച് വികസിക്കാൻ മാനസികമായിട്ട് പരിവർത്തനപ്പെടാൻ നമ്മളുടെ നേതാക്കന്മാർക്ക് കഴിയണം. അങ്ങനെ കഴിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഈ ജനതയുടെ ഭർത്താക്കൾ എന്ന് പറയാൻ പോലുള്ള അവകാശം നമുക്ക് ഉണ്ടാകും. അല്ലെങ്കിൽ നമ്മൾ ഈ ജനതയുടെ ഭർത്താക്കളല്ല ഫ്രീ ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അന്ന് ആ സമരത്തിലൂടെ നമ്മൾ വെച്ച എഗ്രിമെന്റിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ കുടുംബങ്ങൾക്ക് ഈ അരി കിട്ടുന്ന ഒരു സംവിധാനം ആയത്. അതിനോടൊപ്പം നമ്മുടെ ട്രൈബൽ പ്രൊമോട്ടർമാരുടെ സൃഷ്ടിക അത് നമ്മൾ 2001 കുടിൽക്കട്ടൽ സമരത്തിലൂടെ നമ്മൾ വെച്ച ഡിമാൻഡ് അനുസരിച്ചാണ് ട്രൈബൽ പ്രൊമോട്ടർമാരുടെ സൃഷ്ടിക ഉണ്ടായി. ഇന്ന് ട്രൈബൽ പ്രൊമോട്ടർമാരായ ശമ്പളം മേടിക്കുന്ന മുഴുവൻ ആളുകൾക്കും അന്ന് നമ്മൾ നടത്തിയ സമരത്തിന്റെ ഫലമായിട്ടാണ് ഇന്ന് അവർ പ്രൊമോട്ടർമാരായിട്ട് ശമ്പളം മേടിക്കുന്നത്. അതിന് അന്നുണ്ടാക്കിയ എഗ്രിമെന്റ് ആണ് ചെയ്തത്. ഇങ്ങനെ ഓരോ കാര്യം നമ്മളുടെ കൂട്ടമായിട്ടുള്ള ഇടപെടലിലൂടെ വളരെ ശക്തമായിട്ടുള്ള നമ്മുടെ പോരാട്ടത്തിലൂടെ ഇങ്ങനെ ഓരോന്ന് എണ്ണി പറയാൻ 100 കണക്കിന് ഗോത്രമഹാസഭയുടെ സമരത്തിലൂടെ നമ്മുടെ ആളുകളുടെ ഇടയിൽ അവരുടെ ജീവിതത്തിൽ ഇപ്പോഴും പ്രയോജനപ്രദമായിട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇതിലൂടെ ഈ സമരത്തിലൂടെ നമ്മൾ നേടിയെടുത്തതാണ്. കേരളത്തിലുള്ള മുന്നേ നമ്മൾ ഒരുമിച്ച് ആളുകൾ നിൽക്കുവാണെങ്കിൽ ഇപ്പോൾ നമ്മൾ നേടിയെടുത്ത കാര്യത്തിനെക്കാട്ടും വളരെ കൂടുതൽ നമ്മളുടെ അവകാശങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. അതിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള നിരന്തര ഇടപെടലും ശ്രമമാണ് നമ്മളുടെ ഭാഗത്തുനിന്ന് ശരിക്കും ഉണ്ടാവുന്നത്. നമ്മൾ എപ്പോഴും മറ്റുള്ളവരുടെ ആശ്രയവും അടിമകളും അഭയാർത്ഥിയായിട്ടും ജീവിക്കേണ്ട ആളുകളല്ല. ഈ ജനാധിപത്യ സംവിധാനത്തിനകത്ത് ഒരു ഇന്ത്യൻ പൗരന്റെ മൗലിക അവകാശം എന്താണോ ആ അവകാശം നമ്മൾക്കും അതിന്റെ വിഹിതം കിട്ടാൻ അർഹതയുള്ള ആളുകളാണ് നമ്മൾ. അതിനകത്ത് ആട്ടിയോടിക്കപ്പെടേണ്ട, അകറ്റി നിർത്തപ്പെടേണ്ട, ഐത്തം കൽപ്പിക്കേണ്ട ആളുകളല്ല നമ്മൾ. അത് മൊത്തം നമ്മൾക്ക് കിട്ടണം. അത് നമ്മളുടെ കൂടി അവകാശമാണ്. ഈ കാലമത്രയായിട്ട് നമ്മൾ അത്തരം അവകാശത്തിലേക്ക് കടക്കാത്തതുകൊണ്ട് നമ്മളുടെ അവകാശങ്ങളെയൊക്കെ മറ്റുള്ളവർ അനുഭവിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി അതുകൊണ്ട് നമ്മളുടെ അവകാശം അനുഭവിക്കേണ്ട ആളുകൾ നമ്മൾ ഓരോരുത്തരുമാണ്. അതിനു വേണ്ടിയിട്ടുള്ള ഇടപെടൽ നിരന്തരമായിട്ടാണ് ശരിക്കും നമ്മളുടെ ഭാഗത്ത് ഉണ്ടാകുന്നത്. ആ രീതിയിലേക്ക് മാറി വരാൻ നമ്മുടെ ആളുകൾക്ക് കഴിയും. അത്തരം ഒരു സംവിധാനത്തിലേക്ക് നമ്മുടെ ആളുകൾ വരണം. ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി എന്ന് JRP ഒരു സമരത്തിന്റെ ചരിത്രത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടായത് തന്നെയാണ്. അതിൽ ആർക്കും ഒരു സംശയം വേണ്ട. കേരളത്തിലെ പട്ടിക വർഗക്കാരുടെ സമരത്തിന്റെ ചരിത്രത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി ഉണ്ടായത്. അതുകൊണ്ട് ഈ ഒരു സംവിധാനത്തിന് അതിൻ്റെതായിട്ടുള്ള ഓരോ കാര്യങ്ങളും വളരെ ശക്തമായിട്ടും വ്യക്തമായിട്ടും ഉണ്ട്. ഗോത്രമഹാസഭ കഴിഞ്ഞ കാലങ്ങളിൽ എങ്ങനെയാണോ ഈ ആളുകളുടെ പ്രശ്നം ഏറ്റെടുത്ത് അവരെ ചേർത്ത് നിർത്തി അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ശ്രമിച്ചത്, അതുപോലെ തന്നെ ഈ ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിയും ചെയ്യണം. അങ്ങനെ ചെയ്താൽ മാത്രമേ അത്തരം ഒരു സംവിധാനത്തിന് വളരെ ശക്തമായിട്ട് നമ്മൾക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റൂ.
ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രസംഗിക്കാൻ വേണ്ടി നമ്മൾക്ക് ഒരുപാട് ആളുകൾ ഉണ്ടാവേണ്ട ആവശ്യമില്ല. പ്രവർത്തിക്കുന്നത് പറയാൻ വേണ്ടി നമ്മളുടെ കൂടെ ആളുകൾ ഉണ്ടാവും. പ്രവർത്തിക്കുന്നത് പറയാൻ വേണ്ടി. അപ്പൊ പ്രസംഗം രണ്ടാമത്തേതാണ് നമ്മളുടെ ഇടയിൽ, പ്രവൃത്തിയാണ് ഒന്നാമത്തത്. പ്രവൃത്തി ഒന്നാമത്തതാവുമ്പോൾ ആ പ്രവൃത്തിനെ കുറിച്ച് പറയാനാണ് നമ്മൾ പ്രസംഗിക്കേണ്ടത്. ഇപ്പൊ നമ്മളുടെ ഇടയിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളെ കുറിച്ചും നമ്മൾ അങ്ങനെയാണ് വിലയിരുത്തി കാര്യങ്ങൾ ചെയ്തു വരേണ്ടത്. എന്തായാലും വളരെ ശക്തമായിട്ടുള്ള ഒരു മുന്നേറ്റം കേരളത്തിൽ. ആരും വിചാരിക്കുന്നതിന്റെ അപ്പുറത്ത് ഇപ്പോ പ്രതിപക്ഷ നേതാവ് PD സതീശൻ പറയുന്നത് അവന് ജാഥ തിരുവനന്തപുരത്തെത്തുമ്പോ വിസ്മയം ഉണ്ടാവുന്നു. എന്തായാലും വരുന്ന ആളുകളിൽ കേരളത്തിൽ വിസ്മയം തീർക്കാൻ പോകുന്ന ഒരു സംവിധാനം JRP ആണെന്ന് ഞാൻ പറഞ്ഞു. ആ ഒരു അവസ്ഥയിലേക്ക് വിസ്മയം കൊണ്ടുവരാൻ കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ ജനവിഭാഗങ്ങൾ ഒറ്റക്കെട്ടായി നിന്നാൽ ഇവിടെയുള്ള എല്ലാ മനുഷ്യർക്കും ജനാധിപത്യ പൗരത്വത്തിനോടൊപ്പം നിൽക്കാനുള്ള അവകാശം നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധ്യമാകും. അത്തരമൊരു കാര്യങ്ങളിലേക്ക് നമ്മുടെ ആളുകൾ സന്നദ്ധരായി കൊണ്ടിരിക്കുകയാണ്. അവർക്ക് നമ്മൾക്ക് കൊടുക്കാൻ പറ്റുന്നത് അതിലൂടെ അവരുടെ പ്രശ്നം പരിഹരിക്കാൻ സാധ്യമാകുന്ന ആത്മവിശ്വാസമാണ് നമ്മുടെ ആളുകളുടെ ഇടയിൽ കൊടുക്കേണ്ടത്. ഒരു ധൈര്യമാണ് അവർക്ക് നമ്മൾ കൊടുക്കേണ്ടത്. ആത്മവിശ്വാസവും ധൈര്യവും കൊടുത്താൽ ആളുകൾക്ക് വളരെ ശക്തമായിട്ട് ഉത്തരവാദിത്തോടുകൂടി ഏറ്റെടുത്ത് കാര്യങ്ങൾ നടത്തുന്ന തലത്തിലേക്ക് ഇത് വരും. ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. എന്തായാലും നമ്മൾ ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി തുടങ്ങി, ഞാൻ നേരത്തെ പറഞ്ഞു 3 മാസം കൊണ്ടാണ് നമ്മൾ 14 ജില്ലാ കമ്മിറ്റി ഉണ്ടാക്കിയത്. നമ്മളുടെ കയ്യിൽ ഒരു സംവിധാനമില്ല, പക്ഷെ എന്നാലും നമ്മൾ അങ്ങനെ ഉണ്ടാക്കിയെടുത്തു എന്നുള്ളത്. നമ്മൾ കുറച്ചു നാളത്തേക്ക് ദീർഘമായി വിചാരിച്ചാൽ ഇവിടെ ഉണ്ടാവുന്ന ഒരു സാമൂഹ്യ രാഷ്ട്രീയ അന്തരീക്ഷ മാറ്റത്തിന്റെ കേരളം മോഡലാക്കി മാറാൻ നമ്മൾക്ക് പറ്റും. ആ ഇനി പറയേണ്ട ആളുകൾ കേരള മോഡൽ ഇതാണ് എന്ന് ചൂണ്ടിക്കാണിക്കാൻ അർഹതയും അവകാശമുള്ള ആളുകൾ നമ്മളാണ് ശരിക്കും. അതിനെ തിരിച്ചു കൊണ്ടുവരാനുള്ള നിരന്തരമായിട്ടുള്ള ശ്രമവും ഇടപാടും നമ്മളുടെ ഭാഗത്തുനിന്ന് നമ്മൾ നടത്തണം. അത് നടത്തിയാൽ മുഴുവൻ ആളുകളുടെ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കാൻ പറ്റും. നമ്മളിവിടെ കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കി മണിമാലികളൊന്നും വേണം നമ്മൾ ആവശ്യപ്പെടുന്നില്ല. നമുക്കൊരു വീട്ടിൽ 5 or 6 കാറ് വേണം നമ്മൾ പറയുന്നില്ല. നമ്മുടെ വീട്ടിൽ ഒരുപാട് ബസ്സുകളുടെ സംവിധാനം വേണം നമ്മൾ പറയുന്നില്ല. പക്ഷേ ഇവിടെ മണ്ണിൽ പിറവിയെടുത്ത മനുഷ്യർക്ക് മണ്ണിൽ ജീവിക്കാനുള്ള മൗലിക അവകാശം എന്ന് പറയുന്നത് മനുഷ്യന്റെ അവകാശമാണ്. അതിനെ നിഷേധിക്കാൻ ഒരു ഭരണാധികാരിക്കും ഒരു രാഷ്ട്രീയ പാർട്ടിക്കും പറ്റില്ല. അതിനെ നിഷേധിക്കാൻ ഈ കാലം അത്രയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ നിഷേധ സംവിധാനത്തിൽ നിന്നൊക്കെ മാറ്റിക്കൊണ്ടുവരാൻ നമ്മളും ഇവിടെ കാര്യങ്ങൾ ചെയ്യാൻ വിചാരിച്ചാൽ ചെയ്യാൻ പറ്റും, നടക്കും എന്ന് കാണിച്ചു കൊടുക്കുന്ന മാതൃക മനുഷ്യന്മാരായിട്ട് നമ്മളുടെ ഓരോ ആളുകളും പരിവർത്തനപ്പെടുന്നു. ഓരോ ആളുകളും മാതൃക മനുഷ്യന്മാരായിട്ട് പരിവർത്തനപ്പെട്ട് നമ്മുടെ ആളുകളുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധ്യമാകുന്ന വിധത്തിലുള്ള എല്ലാ തലത്തിലും ഇടപെടാനും ആരുമായിട്ട് സംസാരിക്കാനും കഴിവുള്ള ആളുകളാണ് നമ്മുടെ കൂടെ ഉള്ളത്. ആരും കഴിവില്ലാത്ത ആളുകളൊന്നല്ല. മുഴുവൻ കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവും പ്രാപ്തിയും അത് ഏത് വിധത്തിൽ എങ്ങനെ ചെയ്യണമെന്ന് അറിവുള്ള ആളുകളാണുള്ളത്. അതിലാരും അറിവ് കുറഞ്ഞവരോ മോശമായിട്ടുള്ള ആളുകളോ നല്ല ഇതിനകത്തുള്ളത്. അതുകൊണ്ട് നമ്മളുടെ ഒക്കെ അറിവിനെ നമ്മൾ ഏകീകരിച്ചാൽ അതൊരു ശക്തമായിട്ടുള്ള സംവിധാനമായിട്ട് നാളെ ഇവിടെ പരിവർത്തനപ്പെടും. ആ പരിവർത്തനപ്പെടുന്നതിലൂടെ നമ്മളുടെ ആളുകളുടെ പ്രശ്നം പരിഹരിക്കുന്നതിലേക്ക് അതിനെ കൊണ്ട് എത്തിക്കാൻ നമുക്ക് പറ്റും. അത്തരമൊരു സാഹചര്യം സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ ജനവിഭാഗങ്ങളുടെ ശക്തമായിട്ടുള്ള ഒരു കൂട്ടായ്മ വരുന്ന ആളുകൾ കേരളം കാണാൻ പോകുന്നേ ഉള്ളൂ. ഞാനത് പറയുന്നില്ല. ഓരോ ജില്ലകളിലും ഓരോ സ്ഥലങ്ങളിലും ഓരോ സംവിധാനത്തിനകത്തും
അത്തരം കാര്യങ്ങൾ നിരന്തരമായിട്ട് വരാൻ പോവുകയാണ്. ഇന്ന് കേരളത്തിൽ 35,000-ഓളം ആദിവാസി കുടുംബങ്ങൾക്ക് ഭൂമി കിട്ടിയിട്ടുണ്ട്. കേരളത്തിലെ മുഴുവൻ ആദിവാസി കുടുംബങ്ങൾക്കും ഭൂമി കിട്ടാനുള്ള നിയമവും വ്യവസ്ഥയും സംവിധാനവും ഇവിടെ ഉണ്ട്. മറ്റു ദളിത് വിഭാഗത്തിലുള്ള ആളുകൾക്കും മണ്ണിൽ ജീവിക്കാനുള്ള അവകാശമുണ്ട്. അവര് മനുഷ്യരെ പോലെ വാടക കെട്ടിടത്തിൽ മാത്രം കിടന്ന് നാളെ പണിയില്ലെങ്കിൽ ഞാൻ എങ്ങനെ വാടക കൊടുക്കുമെന്ന് ടെൻഷൻ അടിച്ച് മരിച്ചു പോകുന്ന ഒരു അവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാക്കാൻ നമ്മളുടെ ഇത്തരം സംരംഭങ്ങളിലൂടെ സാധ്യമാവണം. ഇങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ എടുത്താലും അതിലൊക്കെ നമ്മുടെ ആളുകൾക്ക് പ്രയോജനപ്രദമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനും അത് മുൻപോട്ട് കൊണ്ടുവരാൻ നമുക്ക് ആളുകളിൽ നമ്മളുടെ ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിയുടെ ഗോത്ര മഹാസഭയുടെ ഒക്കെ വളരെ സജീവമായിട്ടുള്ള പ്രവർത്തനത്തിലേക്ക് ആളുകൾ ഇറങ്ങാൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അത് കൂടുതൽ നമ്മുടെ ആളുകളിലെ പ്രയോജനവും ഗുണവും ഇന്നത്തെ ജീവിതാവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാക്കുന്നതിനൊക്കെ ഒരു ഉപകരിക്കുന്ന രീതിയിലേക്ക് അതിനെ നമുക്ക് പരിവർത്തനപ്പെടുത്താൻ സാധിക്കണം. ദീർഘമായിട്ടൊന്നും പറഞ്ഞു പോകാതെ സമയം വളരെയധികം വൈകി. ഈ മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്യാൻ വരുന്നത് സാറ ജോസഫ് എഴുത്തുകാരിയായിരുന്നു. അവർക്കൊരു ഹോസ്പിറ്റൽ പ്രശ്നമായിട്ട് ഹോസ്പിറ്റലിൽ പോയി അവർക്ക് റെസ്റ്റിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്തതുകൊണ്ട് അവർ വന്നില്ല. അതുകൊണ്ടാണ് ഈ ഉദ്ഘാടന സംവിധാനം ഞാൻ ഏറ്റെടുക്കേണ്ടി വന്നത്. അല്ലെങ്കിൽ അവര് വരുമായിരുന്നു. ഇവിടെ അവരുടെ അഭാവം ഇല്ലാത്തതിന്റെ പേരിൽ ഈ ഉദ്ഘാടനം ചെയ്യാൻ ഞാനിത് ഉദ്ഘാടനം ചെയ്യാനായിട്ട് അവസരം ചെയ്യേണ്ടി വന്നു എന്ന് വേണം ഇതിന് പറയാൻ. അതുകൊണ്ട് ദീർഘമായിട്ടൊന്നും പറഞ്ഞു പോകാതെ ഈ പരിപാടി ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ പ്രഖ്യാപിക്കുന്നു. നിങ്ങൾക്ക് ഓരോരുത്തർക്കും എന്റെ അഭിപ്രായം.